പോക്കിൽ തുടങ്ങി ബ്ലോക്കിൽ അവസാനിക്കുന്ന ഓൺലൈൻ സൗഹൃദങ്ങളല്ല, പകരം ചങ്ക് പകുത്തു നൽകുന്ന സൗഹൃദങ്ങളുമുണ്ട് നമുക്കിടയിൽ. ഇനി അത്തരമൊരു സൗഹൃദ കാഴ്ചയിലേക്കാണ്. SSLC പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ വിട്ടെങ്കിലും ചില സൗഹൃദങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒത്തൊരുമിച്ച് ഒരുപാട് നാൾ ഒരേ ബെഞ്ചിലിരുന്നവർ, സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുമിച്ച് പങ്കിട്ടവർ, ജീവിതത്തിലെ ആദ്യ ബോർഡ് എക്സാം പൂർത്തിയാക്കി മറ്റൊരു സ്കൂൾ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ഇവിടെയൊക്കെ തന്നെ വരും. ഇനി എന്തെങ്കിലും റിസൾട്ടിന് വേണ്ടി ആവശ്യത്തിനൊക്കെ വരണം. പിന്നെ ഇവിടെ തന്നെ വെച്ച് കാണും. അങ്ങനെ പിരിയാനൊന്നും പോകണില്ല. നമ്മള് 10 വർഷത്തെ ബന്ധമാണ് നമ്മൾ ഇത്രയും പേര്. നമ്മള് ഇല്ല ഒരിക്കലും വരില്ല. അത് എത്ര ദൂരത്ത് പോയാലും മെസ്സേജ് എങ്കിലും വരുത്തിക്കും. സൗഹൃദം മുറിയാതിരിക്കാൻ പലതും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറകൾ. ഓട്ടോഗ്രാഫ് എഴുതിയും വസ്ത്രങ്ങളിൽ വർണ്ണങ്ങൾ വരികളാക്കിയും അവർ പ്രതീക്ഷകൾ പങ്കുവച്ചു. ഇപ്പോഴായാലും നമുക്കിത് വേണ്ടി വരുമല്ലോ. മെമ്മറീസ് ഒക്കെ എപ്പോഴൊക്കെ ഇല്ലേ. മറ്റു ചിലർക്കാകട്ടെ കണ്ണീരാണെങ്കിൽ വീണ്ടും കാണാനും ഒപ്പം ചേരാനുമുള്ള പ്രതീക്ഷയിലാണ് മറ്റു ചില കൂട്ടുകാർ. ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ പിരിഞ്ഞാലും നമ്മൾ ഓൺലൈനായിട്ട് ഭയങ്കര ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ സംസാരം ഞാൻ വീടിന്റെ അടുത്താണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് വലിയ പിരിയലൊന്നും കാണൂല. എങ്കിലും ചെറിയൊരു സങ്കടമുണ്ട്. സ്കൂളിൽ ഒരുമിച്ചിരിക്കാൻ പറ്റൂല. ഒരുപാട് നാളായി ഒപ്പം ഇരുന്നവർ ജീവിതത്തിൽ ഇനി എന്നും ഭാഗമാണെന്ന ചില സൗഹൃദങ്ങൾ നമ്മെ പഠിപ്പിക്കും. ചില വാക്കുകൾ അടയാളപ്പെടുത്തലുകളാണ്. ആ അടയാളപ്പെടുത്തലുകളാണ് എനിക്ക് മുന്നിൽ കാണുന്ന ഈ എഴുത്തുകൾ. അവരുടെ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കാനുള്ള, കാത്തുവെക്കാനുള്ള അവരുടെ ഓർമ്മക്കുറിപ്പുകൾ. SSLC പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇത് മാത്രമാണ് ചിലപ്പോൾ ഇവർക്ക് ബാക്കിയായി കൂടെ ഉണ്ടാവുക. ക്യാമറമാൻ ബിജുവിനൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.